Caitlin? No, use this. Janna, please. She's the one, she's the imposter. I think she's gonna bite. She's a biter. Paru, concentrate. What? Caitlin! Caitlin, come here. സ്റ്റെല്ലയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു. എല്ലാവർക്കും ജന്ന സ്ട്രീംസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഹോളി കമ്മ്യൂണിയൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഹോളി കമ്മ്യൂണിയൻ ആരുടെയാണെന്ന് വെച്ചാൽ നെൽസേച്ചിയുടെയും ബിനിച്ചേട്ടൻ്റെയും കസിൻ്റെ മോളുടെയാണ്. അപ്പോൾ സാറ്റർഡേ രാവിലെ സിറ്റി പള്ളിയിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥനയും പിന്നെ ഹോളി കമ്മ്യൂണിയൻ്റെ ചടങ്ങുകളൊക്കെ. അതിനുശേഷം രാത്രി വളരെ കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഓൾറെഡി വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെ ഹോളി കമ്മ്യൂണിയനൊക്കെ നടക്കുന്നത് ഒരു മെയ് മാസത്തിലേക്കായിട്ടാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ കൊറോണയൊക്കെ വന്നതുകൊണ്ട് അതിനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. പള്ളികളൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഹോളി കമ്മ്യൂണിയന് മുന്നേ തന്നെ നമുക്ക് എല്ലാ പ്രാർത്ഥനകളും പഠിക്കാനുണ്ട്, അതിനുവേണ്ടി നന്നായി ഒരുങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തിയത് ഓൺലൈൻ ക്ലാസ് വഴിയായിട്ടാണ്. പിന്നെ പള്ളിയൊക്കെ തുറന്നതിന് ശേഷം എല്ലാവിധ പ്രോട്ടോക്കോളും പാലിച്ചതിന് ശേഷം മാത്രമാണ് ഹോളി കമ്മ്യൂണിയനൊക്കെ നടത്തിയത്. അപ്പോഴേക്കും നവംബർ മാസമായി. എന്നാലും ഈ വർഷം തന്നെ അവർക്കത് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു 3 ലെയർ ഷീറ്റ് വിരിച്ചിട്ടാണ്. ആദ്യം തന്നെ ഒരു വൈറ്റ് കളറ്, പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ലൈറ്റ് കളറ്, പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് കളറായിട്ടുള്ള ഒരു മണ്ണിൻ്റെ കളർ ഷീറ്റ്. പിന്നെ ടേബിളിൽ വെച്ചേക്കുന്ന സ്വീറ്റ്സൊക്കെ ആയാലും ആ ഷീറ്റിനോട് മാച്ച് ചെയ്യുന്നതായിട്ടാണ്. പിന്നെ ബലൂൺ വാങ്ങിച്ചപ്പോഴൊക്കെ ഒരു നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതൊരു സർപ്രൈസായിട്ടാണ് ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ജന്ന അവിടെ കേറ്റിലിനുണ്ടല്ലോ ചെറിയൊരു പട്ടിക്കുട്ടി. അപ്പോൾ അതിനെടുത്തോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു പെർമിഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ റൂമിലാണ് പിള്ളേരെല്ലാവരും ഇരിക്കുന്നത്. ഇതാണ് കേട്ടോ സ്റ്റെല്ലയുടെ ആയിരുന്നു ഹോളി കമ്മ്യൂണിയൻ. പിന്നെ പിള്ളേരവിടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജന്നയ്ക്ക് കേറ്റിലിൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കേറ്റിലും കുറച്ചും കൂടെ വലുതായി. ലാസ്റ്റ് അന്ന് നമ്മളൊരു വീഡിയോ കണ്ടല്ലോ, അന്ന് ഒരു ഡോള് പോലെയായിരുന്നു, ഇങ്ങനെ ഉരുണ്ടൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇച്ചിരി കൂടി സ്ലിമ്മായി ഒരു ഇച്ചിരിക്കോളം ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ഒരു കുറുമ്പിയുമായി. ഇപ്പം കടിക്കാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ജന്നയും എസ്രയും ഭയങ്കര കളിയായിരുന്നു. പട്ടിക്കുട്ടീനെയൊക്കെ കൊണ്ടുപോയി അവർ എൻജോയ് ചെയ്തു. മറ്റുള്ളവർ എല്ലാവരുടെയും കയ്യിൽ മൊബൈലൊക്കെ വെച്ച് അവർ ഓൺലൈനിൽ അവരുടേതായ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ അതിന് വേണ്ടി ഒരുപാട് ഒരുങ്ങി പ്രാർത്ഥിച്ച് നമുക്കത് നടക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷവും അത് ആഘോഷിക്കാൻ പറ്റാമെന്നുള്ളത് പറഞ്ഞാൽ അതൊരു ദൈവാനുഗ്രഹവും എല്ലാവരും കൂടി ചേർന്നതാണ്. അപ്പോൾ അതിന് സാധിച്ചു. ഇവിടെ ജന്ന കേറ്റിലിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഇപ്പോൾ കേറ്റിലിനും ജന്നയും കൂടി കാണണത്. കേറ്റിൽ മറന്നുപോയോന്ന് അറിയില്ല, എന്നാലും കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ജന്നയ്ക്ക് എന്തായാലും കടി കിട്ടിയില്ല, കടിക്കാൻ ആരംഭിച്ചു. അപ്പോഴേക്കും ജന്ന ആകെ സങ്കടമായി, വിഷമമായി, കരച്ചിലായി, ഇച്ചിരി പേടിയും കൂടിയും വന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം കേറ്റിലിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു.
അത് പിന്നെ കേറ്റിലിനും ആകെ വെപ്രാളായിപ്പോയി. ഇത്രയും ആളുകൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേ അതിനും പേടിച്ച് അതും ഒരു മൂലയിലിരിക്കുകയായിരുന്നു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ശരിയായി. അതിനുശേഷം കേക്ക് കട്ട് ചെയ്യാനുള്ള കേക്കൊക്കെ റെഡിയായി. ആദ്യം ഈ സ്വീറ്റ്സ് ഒന്നും ഇതുപോലെ ഒന്നല്ലായിരുന്നു കേട്ടോ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ്സും പിന്നെന്താണ് കപ്പ് കേക്കും സ്വീറ്റ്സും എല്ലാം തന്നെ സാധാരണ ട്രേയിൽ ഇങ്ങനെ വെച്ചിട്ട് ടേബിളിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നെൽസേജിയുടെ ഫ്രണ്ട് നജി വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഈ സ്റ്റാൻഡുകളൊക്കെ ഫ്രണ്ടാണ് കൊടുത്തത്. അങ്ങനെയാണ് ഈ ലുക്ക് ആകപ്പാടി അങ്ങോട്ട് മാറിയത്. ഇപ്പം നല്ല ഭംഗിയിൽ അതിൻ്റേതായ ഇതുകളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഭംഗിയായി. ഇനിയിപ്പം കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ്. ലൈറ്റൊക്കെ കത്തിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടേബിൾ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന്. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നിപ്പോഴൊന്നല്ല ഒരു മിഡിലൊക്കെ കഴിയുമ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇനി കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പം കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഓരോ ഫാമിലി ആയിട്ട് വന്ന് നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെന്താണ് കുട്ടികളുടെ സെറ്റായിട്ട് നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനത്തെ ഫോട്ടോസും വീഡിയോസും മാത്രമേ ഉള്ളൂ കുറച്ച് നേരത്തെ. ഇവിടെ സൈഡിൽ കുറച്ച് പേരൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. 2 സൈഡിലായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെന്താണ് അവിടെ കേക്ക് കട്ടിങ്ങൊക്കെ ആരംഭിച്ചു. ഈ പൊട്ടിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അത് 2 ടൈപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് എന്ന് പറയുന്നത് വെള്ളപ്പൂക്കളായിട്ടുള്ളൊരു ഒരെണ്ണവും മറ്റേത് പിങ്ക് കളറിലുള്ള ഇതളുകളായിട്ട്. അപ്പോൾ പിങ്ക് കളർ ആ സമയത്ത് കറക്റ്റായിട്ട് പൊട്ടി. വെള്ളപ്പൂക്കളുടെ അവിടെ പരിശ്രമം നടക്കണേ ഉള്ളൂ, അത് കറക്റ്റ് ടൈമിൽ പൊട്ടിയില്ല. ഇനി നമുക്ക് ആദ്യം എങ്ങനെയായിരുന്നു ടേബിൾ സെറ്റ് ചെയ്തതെന്നുള്ളത് കാണാം. അപ്പോൾ ഇതുപോലെയായിരുന്നു ആദ്യം സെറ്റ് ചെയ്തിരുന്നത്.
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു. അപ്പം സെല്ലയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എസ്പെഷ്യലി അലക്സങ്ങൾ ആൻഡ് നെൽസി ആൻഡി, താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് us. പിന്നെ എല്ലാവർക്കും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഗിഫ്റ്റും സ്നേഹത്തോടെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. സെല്ല